ഹലോ ഗൈസ്, നിങ്ങൾ ക്വോറ ആപ്പ് ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ ആം, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കാര്യമായിട്ട് സംഭവിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഗൈസ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ ഞെട്ടലോട് കൂടി അത്ഭുതത്തോടു കൂടി നമ്മൾ കാണുന്ന പല കാര്യങ്ങളും ക്വോറ ആപ്പ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഒരു കണ്ടൻറ്റാണ് നമുക്ക് തോന്നുന്നത് എന്നാണ് എനിക്ക് തോന്നണത്. അതായത് സംഗതി ക്വോറ ആപ്പിലുള്ള പല ചോദ്യങ്ങളും ഉണ്ടല്ലോ. കുറേ ചോദ്യങ്ങൾ നമുക്ക് ആൻസർ ചെയ്യാനൊക്കെ പറ്റില്ല. ക്വോറ ആപ്പിനെ കുറിച്ച് വലിയ ധാരണ ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. പൊതുവേ ആളുകൾ ക്വോറ ആപ്പ് ഉപയോഗിക്കുന്നത് വളരെ പ്രാന്ത് പിടിച്ചിരിക്കുന്ന സമയത്തോ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഡിപ്രഷൻ മാറാൻ വേണ്ടി ഹാർട്ട് ബ്രേക്ക് വരുന്ന സമയത്തൊക്കെ അവിടെയുള്ള കമ്മ്യൂണിറ്റിയുടെ ഭാഗമാവും. കുറേ ചോദ്യങ്ങളുണ്ടാവും, അതിന് ഉത്തരം എഴുതും. പലരും അനോണിമസ് ആയിട്ടാവും ചെയ്യുന്നുണ്ടായിരിക്കാം. സ്വന്തം പേരൊന്നും ഉണ്ടാവില്ല, പ്രൊഫൈലൊന്നും ഉണ്ടാവില്ല, പേര് തന്നെ വേറെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവുക. റൈസിങ് സ്റ്റാർ, സൂപ്പർ ഗ്ലൂ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും ഓരോ പേരുകളുണ്ടായിരിക്കാം. പിന്നെ അവരുടെ ലൈഫിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറയും. അവരുടെ പാഷൻസ്, ഇപ്പോൾ എഴുത്താണ് ഇഷ്ടമെങ്കിൽ എഴുത്തിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ, അങ്ങനെ ഇതൊക്കെയാണ് അവർ പൊതുവെ ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതികൾ. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്ന സംഗതി എന്ന് വെച്ചാൽ ക്വോറ ആപ്പിൽ കുറേ ചോദ്യങ്ങൾ വരുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ഒരേ സമയത്ത് 4 ഭാര്യമാരുണ്ടാവുന്നത് തെറ്റാണോ? സെക്സിൻ്റെ സമയത്ത് മൂത്രമൊഴിക്കാൻ മുട്ടിയാൽ എന്ത് ചെയ്യും? അല്ലെങ്കിൽ നമ്മൾ ലവ് എന്ന് പറയുന്നത് ശരീരവും മനസ്സും എല്ലാം ചേർന്ന ഒന്നാണോ, അതോ മാനസികമായ ഒന്ന് മാത്രമാണോ? അതേപോലെ തന്നെ എനിക്കെൻ്റെ കാമുകനെ വളരെയധികം ഇഷ്ടമാണ്, പക്ഷേ എനിക്ക് വേറൊരു കാമുകനെ കൂടി വേണം. അതേപോലെ ഭർത്താവും ഞാനും ലവ് മാരേജ് ആയിരുന്നു, ഞങ്ങൾ രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു, പക്ഷേ ഭർത്താവിന് വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, എനിക്കും വേറൊരു റിലേഷൻഷിപ്പ് ഉണ്ട്, അത് തെറ്റാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ മലയാളികൾ പൊതുവെ ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലേ അവർ ചിലപ്പോൾ കൃകി പോകുന്നുണ്ടായിരിക്കും. കാരണം ഗ്ലോബലായിട്ടുള്ള ഒരു ഓഡിയൻസാണുള്ളത്. കൂടുതലും ഗ്ലോബലായ രീതിയിൽ എൻഗേജ്മെൻറ്റ് നടക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണത്. കൂടുതലും കൂടുതലല്ല, റിട്ടേൺ ആയ രീതിയിലുള്ളൊരു ഒരു ഒരു പ്ലാറ്റ്ഫോമാണത് അവിടെ. ഓസ്ട്രേലിയയിൽ നിന്ന്, ഇംഗ്ലണ്ടിൽ നിന്ന്, ഈജിപ്തിൽ നിന്ന്, അങ്ങനെ പല രാജ്യങ്ങളിലുള്ള സംഭവം. അപ്പോൾ ഇപ്പോഴത്തെ നടക്കുന്ന പൊളിറ്റിക്സ്, യുദ്ധത്തെക്കുറിച്ച്, ലിറ്ററേച്ചറിനെ കുറിച്ചിട്ട്, സൈക്കോളജിയെക്കുറിച്ചിട്ട്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അതിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. മലയാളത്തിലെ റിവ്യൂവേഴ്സ് റിവ്യൂ ചെയ്യുന്ന പല കാര്യങ്ങളും, ഞാനടക്കമുള്ള ആളുകൾ ഈ ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ്. എനിക്ക് സംബന്ധിച്ചിരിക്കുന്നത് എന്തിനപ്പോൾ ഇത്ര ക്യൂരിയോസിറ്റി ആളുകൾക്ക് ഉണ്ടാക്കുന്ന രീതിയിലുള്ള കണ്ടൻറ്റ്, ഇതൊക്കെ നമ്മൾ ക്വോറ ആപ്പ് ഉപയോഗിച്ചൊരു ഇല്ലാത്ത മാതിരി തോന്നും. ഇതൊക്കെ ഒരു കണ്ടൻറ്റാണോ എന്ന് തന്നെ നമുക്ക് തോന്നും. അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വരുന്നത് ക്വോറ ആപ്പിലുള്ള ബന്ധങ്ങളെക്കുറിച്ചാണ് കേസ്. നമുക്ക് വളരെ ആഴത്തിലുള്ള, വളരെ റോ ആയിട്ടുള്ള സംസാരങ്ങളൊക്കെ ക്വോറ ആപ്പിൽ നടക്കും. പക്ഷേ വിഷയം എന്താ വെച്ചാൽ അത് ലോങ് ടേം ആയിട്ട് നടക്കണമെന്നില്ല. അതായത് ആളുകൾ ചിലപ്പോൾ മാസങ്ങൾ കൂടുമ്പോഴായിരിക്കും ഒന്ന് അവിടെ വരുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ഡിപ്രഷനൊക്കെ അടിച്ച് പ്രാന്തായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു മാസമൊക്കെ വളരെ ആക്റ്റീവായിട്ട് അവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു 3-4 ദിവസം അത് കഴിഞ്ഞ് ഒറ്റ പോക്കാണ്ട് പോകും. എന്നൊരു 5 കൊല്ലം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ടാണ് ക്വോറ എനിക്ക് തോന്നിയുള്ളത്. അപ്പോൾ ഈ ഒരു സാധനമല്ലേ, ഫിയർ ഓഫ് അബാൻഡൻമെൻ്റ് ഒക്കെ ഉള്ള ആളുകൾക്ക് ഒട്ടും സെറ്റാവാൻ സാധ്യതയില്ലാത്തൊരു സംഗതിയാണ് ക്വോറ ആപ്പ് എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല, ഇപ്പോൾ ചില ആളുകൾ ഇമോഷണലി അത്ര എക്സ്പ്രസീവ് അല്ലാത്ത ആളുകൾ, അവർക്ക് ജീവിതം കഴിയുന്നു പോയി തോന്നുന്ന സമയത്ത് ഒരു ഇമോഷണൽ കണക്ഷൻ വേണമെന്ന്, ഒരാളുടെ തുള്ളുറന്ന് സംസാരിക്കണം എന്നൊക്കെ തോന്നുന്ന സമയത്ത് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആപ്പാണ് ക്വോറ ആപ്പ് എന്നും എനിക്ക് തോന്നുന്നു. ഞാനത് സജസ്റ്റ് ചെയ്യുന്നു. പക്ഷേ എന്നെപ്പോലെയുള്ള ഒരാൾക്ക്, എന്നെ സംബന്ധിച്ചുള്ള കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു 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 റിലേഷൻഷിപ്പാണ് എനിക്ക് വേണ്ടത്. അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പായാലും ശരി, എന്തായാലും ശരി, ഒരു സംഗതി ഇതാണ്. അപ്പം ഇൻ ദ സെൻസ് എല്ലാ ദിവസവും സംസാരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അത്ര ഇന്ന സർക്കിളിലേക്ക് ആയ ആളുകളുണ്ടാവില്ലേ, ചിലപ്പോൾ ഒരു 3 മാസം കഴിഞ്ഞിട്ട് അവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ആ ഫ്രഷ്നെസ്സൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ ഞാൻ ഇവിടെ പറഞ്ഞു, ക്വോറ ആപ്പിൽ പോകുന്ന സമയത്ത് ആളെക്കുറിച്ച് ഒരു വിവരമില്ല വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഒരു വിവരമില്ല, ആളെക്കുറിച്ച് ഒരു വിവരമില്ല എന്ന് പറഞ്ഞ് നിൽക്കുമ്പോൾ ഒരു സാധനം ഉണ്ടാവും, ഗോസ്റ്റിംഗ്. മറ്റേന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളൊരു 2 ആഴ്ച കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ 2 മാസം കഴിഞ്ഞിട്ട് ഒരാളോട് സംസാരിക്കണം, നമുക്കൊരു ധാരണ ആളവിടെ ഉണ്ട് എന്ന്. അല്ലെങ്കിൽ ആളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ആൾ നമ്മുടെ അടുത്തും പറയും, നമ്മളവിടെയും പറയുന്നു. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരാളാണ്ട് പോയി കഴിഞ്ഞാലേ ആളുടെ ഒരു വിവരമില്ല, ആളുടെ ഫോൺ നമ്പറും ഇല്ല, മെസ്സേജും ഇല്ല, ആൾക്ക് സോഷ്യൽ മീഡിയ ഇതും ഇല്ല. ആൾ റിയലായ ഒരു അക്കൗണ്ട് ആണോ എന്ന് പോലും നമുക്ക് മനസ്സിലാവില്ല. ചിലപ്പോൾ ആണ് പെണ്ണിൻ്റെ രീതിയിലായിരിക്കും പ്രൊഫൈൽ ഉണ്ടാവുക, അല്ലെങ്കിൽ പെണ്ണാണിൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്ന സാധനം എന്താ വെച്ചാൽ, അപ്പോൾ ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ക്വോറ എന്ന് പറയുന്നത്. ക്വോറയിൽ കുറേ കമ്മ്യൂണിറ്റീസ് ഉണ്ട്. ഞാൻ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട കുറേ സാധനങ്ങളിൽ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇവിടെ സംഭവം എന്താ വെച്ചാൽ, ക്വോറ ആപ്പിലുള്ള കുറേ ചോദ്യങ്ങൾ, അതിൻ്റെ ഉത്തരങ്ങൾ ഒരു കണ്ടൻറ്റായിട്ട് ഇങ്ങനെ വയ്ക്കാലോ എന്നൊക്കെ എനിക്ക് പലപ്പോഴും തോന്നലുണ്ടായിരുന്നു ഗീസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഞാനിവിടെ പുറത്തൊരു ഫ്രണ്ട് വിളിച്ചപ്പോൾ ഇങ്ങോട്ട് വന്നതാണ് ഗീസ്. നല്ല രസത്തിൽ ഇവിടെ മൊത്തം പുല്ലായിരുന്നിട്ട് അതൊക്കെ പോയി, അപ്പോൾ ഇങ്ങനെ നിരപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ ക്വോറ ആപ്പ് പ്രാന്തായിട്ടിരിക്കുന്ന ആളുകൾക്ക് ക്വോറ ആപ്പ് കയറി വെക്കിട്ട്, അപ്പോൾ ഉള്ള പ്രാന്ത് കൂടി കിട്ടും.